ഹൈന്ദവാചാരങ്ങളെ അവഹേളിച്ച അഭിഭാഷകൻ പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയെ അപമാനിച്ചാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ടോം കെ തോമസ് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുത്ത ചടങ്ങിനെയാണ് അപമാനിച്ചത്. കേന്ദ്രമന്ത്രിയോടൊപ്പം സ്വാമിമാർ സ്നാനം ചെയ്യുന്ന പടം പങ്കുവച്ച് ഇന്ത്യയുടെ ഔദ്യോഗിക വേഷം, ഔദ്യോഗിക ആചാരം എന്ന കുറിപ്പോടെയാണ് പോസ്റ്റ്. ശിവദാസ് കന്മനമുണ്ട്. ശിവദാസ്, ഈ രീതിയിൽ പോസ്റ്റ് ഇട്ട ഒരാളിരിക്കുന്ന പൊസിഷൻ എന്താണ് എന്നുള്ളൊരു കാര്യം ആദ്യം നോക്കണം. ഒപ്പം ലോകമെമ്പാടുമുള്ള തീർത്ഥാടകർ ഓരോ ദിവസം ചെല്ലുന്തോറും ഒഴുകിയെത്തുകയാണ്. മഹാകുംഭമേള മഹാസംഗമ വേദിയായിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ ഹൈന്ദവ ആചാരങ്ങളെ അവഹേളിച്ചുകൊണ്ടുള്ളൊരു പോസ്റ്റ് കൂടി ഇട്ടിരിക്കുന്നത്. മഹാകുംഭമേള നടക്കുന്ന ആ ഒരു സമയം മുതൽ തന്നെ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളും പോസ്റ്റുകളും ഒക്കെ തന്നെ നിരവധി പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഹൈന്ദവ ആചാരങ്ങളെ അവഹേളിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത് അഭിഭാഷകനാണ്. പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയെ അപമാനിച്ചിരിക്കുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടറായ ടോം കെ തോമസ് ആണ്. ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുത്ത ചടങ്ങിനെയാണ് ഇങ്ങനെ അപമാനിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ഔദ്യോഗിക വേഷം, ഔദ്യോഗിക ആചാരം ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ടോം തോമസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ഒപ്പം സന്യാസിമാരെ അടക്കം അധിക്ഷേപിച്ചിരിക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്നാനം ചെയ്യുന്ന ആ ഒരു ദൃശ്യം അതെടുത്തിട്ടിട്ടാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായത്. എന്തായാലും വളരെ പരിതാപകരമായ ഒരു അവസ്ഥ തന്നെയാണ്. ഹൈന്ദവാചാരങ്ങളെ അവഹേളിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത് ഒരു അഭിഭാഷകനാണ്, പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. രാജ്യമെമ്പാടും ഏറെ ആഘോഷത്തോടെ നടക്കുന്ന, പ്രയാഗ്രാജിൽ വലിയ ആഘോഷത്തോടെ നടക്കുന്ന മഹാകുംഭമേള എന്നൊരു ചടങ്ങിനെ കൂടെയാണ് ഈ ടോം കെ തോമസ് അധിക്ഷേപിച്ചിരിക്കുന്നത്. ശിവദാസ് ചേരുന്നുണ്ട്. ശിവദാസ്, പറയൂ. രചനി, അതുതന്നെയാണ്. വളരെ മോശമായ രീതിയിലാണ് ഒരു അഭിഭാഷകൻ മഹാകുംഭമേളയെ അപമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, പ്രയാഗ്രാജിൽ നടക്കുന്ന കുംഭമേളയിൽ മഹാകുംഭമേളയ്ക്ക് ആയിരക്കണക്കിന് കോടിക്കണക്കിന് ഭക്തരാണ് എത്തുന്നത്. രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ മറ്റു പല പ്രദേശങ്ങളിൽ നിന്നും അടക്കം ഇവിടേക്ക് ഭക്തർ എത്തിക്കൊണ്ടിരിക്കുന്നു. നിരവധി ചടങ്ങുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കുന്നുണ്ട്. അത്തരത്തിൽ വളരെ വിശിഷ്ടമായി തന്നെ നടക്കുന്ന ഒരു ഹൈന്ദവ ആചാരത്തോടെ നടക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് മഹാകുംഭമേള. ഈ കുംഭമേളയാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ, വളരെ മോശമായ രീതിയിൽ തന്നെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് ഇട്ടുകൊണ്ട് ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് ഇന്ത്യയുടെ ഔദ്യോഗിക വേഷം, ഔദ്യോഗിക ആചാരം എന്ന് എന്ന കുറിപ്പോടെയാണ് ഇത്തരത്തിൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്. അഡ്വക്കേറ്റ് ടോം കെ തോമസ് എന്ന അഭിഭാഷകനാണ് ഇത്തരത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. അതോടൊപ്പം തന്നെ മഞ്ചേരിയിൽ അഭിഭാഷകനായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. കരുവാരക്കുണ്ട് സ്വദേശിയാണ്. നേരത്തെ SFIയുടെ ജില്ലാ നേതാവ് അടക്കം ആയിരുന്നു അദ്ദേഹം. അതോടൊപ്പം തന്നെ ഒരു CPM അനുഭാവി കൂടിയാണ്. ഇത്തരത്തിൽ മഹാകുംഭമേളയെ അപമാനിക്കുന്ന തരത്തിൽ ഈ പോസ്റ്റ് ഇട്ടതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം വളരെ വിശിഷ്ടമായി, വളരെ പവിത്രതയോടുകൂടി നടക്കുന്ന ഒരു ചടങ്ങ്, ആ ചടങ്ങിനെ ഇത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുമ്പോൾ നിരവധി ആളുകളാണ് ഇത് കാണുന്നത്. അത്തരത്തിൽ നിരവധി ആളുകളുടെ മുൻപിലേക്ക് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങിനെ മോശമായി ചിത്രീകരിക്കുകയാണ് ഈ പോസ്റ്റിലൂടെ അദ്ദേഹം ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് മലപ്പുറം SPക്ക് ഹിന്ദു ഐക്യവേദി പരാതി നൽകും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇതിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ പോസ്റ്റ് ഏകദേശം അരമണിക്കൂറോളം അദ്ദേഹം ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു. അതിനുശേഷം അദ്ദേഹം പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ട്. എന്തായാലും ആ പോസ്റ്റ് നിരവധി ആളുകൾ കണ്ടിട്ടുണ്ട്, അത് ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ മഹാകുംഭമേളയെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് ഇത്. പ്രത്യേകിച്ച് ദയവായി ലൈനിൽ തുടരുക. ഇപ്പോൾ PV മുരളി, ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി, നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ PV മുരളി, ഈ ഹൈന്ദവ ആചാരങ്ങളെ അവഹേളിക്കുന്നത് ഇത്തരത്തിൽ CPM അനുകൂലികളായ നേതാക്കൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് അത് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ മഹാകുംഭമേള എന്ന് പറയുന്നത് കോടിക്കണക്കിന് തീർത്ഥാടകരെത്തുന്ന ഒരു മഹാപ്രഭാവ കേന്ദ്രം തന്നെയാണ്. നമുക്കറിയാം, ലോകത്തിന് എല്ലാ കോണിൽ നിന്നുള്ള ആളുകളാണ് അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെയാണ് ഇങ്ങനെ ഒരു അവഹേളനം നടത്തിയിരിക്കുന്നതും. അതും ഒരു അഭിഭാഷകൻ, പബ്ലിക് പ്രോസിക്യൂട്ടറായ ടോം കെ തോമസ് ആണ് ഇത്തരത്തിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഈ ഹൈന്ദവ ആചാരങ്ങൾക്ക് നേരെയുള്ള അവഹേളനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എങ്ങനെ ഇതിൽ പ്രതികരിക്കുന്നു? ഇവിടെ ഹൈന്ദവ ആചാരങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യം നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഉള്ളതാണ്. അതിൽ
അതിനെ പിന്തുടർന്നുകൊണ്ടാണ് കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് ഈ മഹാകുംഭമേളയിൽ നമ്മൾ കാണാൻ സാധിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഖാർഗെ ഇതിനെ അവഹേളിക്കുന്നു. ഇപ്പോൾ കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ ടോംകെ തോമസ്, അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളാ, അദ്ദേഹം പബ്ലിക് പ്രോസിക്യൂട്ടറാ, SFIയിലൂടെ വളർന്നു വന്ന നേതാവാ. അദ്ദേഹത്തിന്റെ മാർക്സിസ്റ്റ് ആശയം വെച്ചുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യം ഹിന്ദുവിന്റെ ആചാരങ്ങളെ ഉന്മൂലനം ചെയ്യുക. ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം തകരും എന്ന് പറഞ്ഞ് ക്ഷേത്രം നിൽക്കുന്നിടത്ത് കപ്പ് നട്ടാൽ മനുഷ്യന് വിശപ്പ് മാറുമെന്ന് പാടിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനാണ് ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ. അദ്ദേഹത്തിന്റെ ആശയമാണ് ഈ മഹാകുംഭമേളയോടെ കാണിച്ചിരിക്കുന്നത്. ലോകം നോക്കുന്ന ഇത്ര അത്യത്ഭുതകരമായി ഭാരതത്തിന്റെ ആധ്യാത്മിക തേജസ്സിനെ ഉയർത്തി കാണിക്കുന്ന ഈ മഹാകുംഭമേളയെ ഒരു ആഭ്യന്തരമന്ത്രി, ഭാരതത്തിന്റെ ആഭ്യന്തരമന്ത്രി മുങ്ങി നിൽക്കുന്ന ഫോട്ടോ വെച്ചുകൊണ്ട് അവഹേളിക്കുന്നത് തികച്ചും അപലപനീയമാണ്. അദ്ദേഹം ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. നമുക്കറിയാം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യം തന്നെ ആ ലക്ഷ്യമാണ്, പാർട്ടിയുടെ ലക്ഷ്യമാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റിലൂടെ കാണിച്ചിരിക്കുന്നത്. ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിനെതിരെ ഹിന്ദു ഐക്യവേദി നിയമപരമായ നടപടികളിലേക്ക് നീങ്ങുമെന്ന് ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ശ്രീ പി വി മുരളീധരൻ, കാരണം ഇത് ഈ ഇരിക്കുന്ന ഒരു സ്ഥാനം കൂടെ നോക്കണം, അതുപോലും നോക്കാതെയാണ്. അയാൾ മുൻപ് SFI പ്രവർത്തകനായിരുന്നു, നേരത്തെ പറഞ്ഞതുപോലെ CPM അനുഭാവിയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരാൾക്ക് ഈ ഹൈന്ദവ ആചാരങ്ങൾക്ക് നേരെയുള്ള അവഹേളനം അത് എന്തുമാകാമെന്നുള്ള രീതിയിലേക്കല്ലേ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ മഹാകുംഭമേളയെ അപമാനിച്ചിരിക്കുന്നു. ഒപ്പം കേന്ദ്രം ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവിടെ സ്നാനം നടത്തുന്ന ആ ഒരു ഫോട്ടോ എടുത്തിട്ടിട്ടാണ് ഇതാണ് ഇന്ത്യയുടെ വേഷം, ഇതാണ് ഇന്ത്യയുടെ ആചാരം എന്നൊക്കെ രീതിയിൽ തലക്കെട്ടുകളൊക്കെ കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. തീർച്ചയായും അതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാണ്. അദ്ദേഹം പബ്ലിക് പ്രോസിക്യൂട്ടറാണ് എന്ന സ്ഥാനം മറന്നുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഉള്ളിലെ കമ്മ്യൂണിസ്റ്റുകാരനാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത്തരം ആളുകൾ ഇത്തരം പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥാനത്ത് ഇരിക്കാൻ അർഹനല്ല. അദ്ദേഹത്തിന്റെ പബ്ലിക് പ്രോസിക്യൂട്ടറെ എങ്ങനെ വിശ്വസിച്ച് ആളുകൾ കോടതിയിലേക്ക് ചെല്ലും? ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ഈ കമ്മ്യൂണിസ്റ്റ് ആശയം വെച്ചുകൊണ്ടിരിക്കുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ സ്വന്തം അദ്ദേഹം ഹിന്ദുത്വത്തെയാണ് അവഹേളിക്കുന്നത്. എന്തെല്ലാം ആചാരങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്, എന്തെല്ലാം വിഷയങ്ങൾ നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സ്വന്തം മതത്തിന്റെ നടക്കുന്ന അനാചാരങ്ങളില്ലേ, എന്തുകൊണ്ട് അദ്ദേഹം തുറന്നു പറയുന്നില്ല? ശരി, എന്നാലും ഹൈന്ദവ ആചാരങ്ങളെ അവഹേളിച്ചിരിക്കുകയാണ് അഭിഭാഷകൻ. പ്രയാഗ്രാജ് നടക്കുന്ന മഹാകുംഭമേളയെ അപമാനിച്ചാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ടോംകെ തോമസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുത്ത ചടങ്ങിനെ അപമാനിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രിയോടൊപ്പം സ്വാമിമാർ സ്നാനം ചെയ്യുന്ന പടം പങ്കുവച്ചുകൊണ്ടായിരുന്നു ഇന്ത്യയുടെ ഔദ്യോഗിക വേഷം ഔദ്യോഗിക ആചാരം എന്ന കുറിപ്പോടുകൂടി പോസ്റ്റ്. എന്തായാലും ഇതിൽ പ്രതിഷേധം ശക്തമാക്കുക തന്നെയാണ് ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സാംസ്കാരിക സംഘടനകൾ. ഇപ്പോൾ പ്രതികരിക്കുകയായിരുന്നു PV മുരളീധരൻ, ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി. ഒപ്പം വിശദാംശങ്ങൾ പങ്കുവച്ചു ശിവദാസ് കൺവലം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. ചോറ്റാനിക്കരയിൽ അവശം നിലയിൽ കാണപ്പെട്ട യുവതി പോക്സോ അതിജീവിത. യുവതിയുടെ ആൺ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. യുവതിയുടെ അമ്മയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ജിജീഷ് ചേരുന്നുണ്ട്. ജിജീഷ്, എന്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ? കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെ? രജനി, കുട്ടിയുടെ ആരോഗ്യനില അത് ഗുരുതരമായി തന്നെ തുടരുകയാണ്. ആരോഗ്യസ്ഥിതിയിൽ ഏതെങ്കിലും ആശാവഹമായ മാറ്റങ്ങൾ ഉണ്ടായാൽ മാത്രമാണ് അന്വേഷണ സംഘത്തിന് കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് സംഭവിച്ചതെന്നടക്കമുള്ള കാര്യങ്ങളിൽ ആ കുട്ടിക്ക് തന്നെയായിരിക്കും ഏറ്റവും കൃത്യമായി കാര്യങ്ങൾ പറയാൻ കഴിയുകയുള്ളൂ. ചോറ്റാനിക്കരയിലെ കുട്ടിയുടെ വീടിൻ്റെ പരിസരത്ത് പോലീസ് സംഘം എത്തിയിരുന്നു. ഇവിടെ എത്തി പരിശോധനകളെല്ലാം തന്നെ അന്വേഷണ സംഘം പൂർത്തിയാക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള പരിസരവാസികളടക്കം പറയുന്നത് അനുസരിച്ച് ഈ യുവാവ് നിരന്തരമായി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്ന ആളാണ്. ഈ വീട്ടിൽ തന്നെ ഇപ്പോൾ ഈ പെൺകുട്ടി ആക്രമിക്കപ്പെട്ട വീട്ടിൽ തന്നെ പലതവണയായി ഇയാൾ എത്തിയിട്ടുണ്ട്. മുമ്പ് വരുമ്പോഴെല്ലാം ഇയാൾ ഈ വീട്ടിൽ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല പെൺകുട്ടിയും അമ്മയും മാത്രമാണ് ആദ്യം ഈ വീട്ടിലുണ്ടായിരുന്നത്. അമ്മയുമായും നിരന്തരമായി ഇയാൾ വഴക്കുണ്ടാക്കിയിരുന്നു. ഈ വന്നിരുന്ന ആൾ വഴക്കുണ്ടാക്കിയിരുന്നു. തുടർന്ന് അമ്മ ഇവിടുന്ന് ഏറെ നാൾ താമസം മാറ്റി. പെൺകുട്ടി മാത്രമായിരുന്നു ഇവിടെ താമസിക്കാനുണ്ടായിരുന്നത്. പിന്നീട് ഈ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പ് ആയതിന് ശേഷം ആണ് അമ്മ വീണ്ടും ഇവിടെ വന്ന് താമസം ആരംഭിക്കുകയും എല്ലാം ചെയ്തത്. ഈ ഒരു സമയത്ത് അവർ പുറത്തേക്ക് പോയിരിക്കുകയായിരുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഇയാൾ ഇവിടെയുള്ള പരിസരവാസികളോടടക്കം മോശമായ രീതിയിലായിരുന്നു ഈ യുവാവ് നേരത്തെയും പെരുമാറിയിട്ടുള്ളത്. തുടർന്ന് വലിയൊരു മാസ് പെറ്റീഷൻ അടക്കം പോലീസിൽ അവർ നൽകിയിരുന്നതാണ്. ഇത്തരത്തിൽ നിരന്തരമായി തങ്ങൾക്ക് പരിസരവാസികൾക്കടക്കം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു.